ഇതുവരെ നടത്തിയ മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഐ എം നോട്ട് എ ഗുഡ് പാസ്റ്റർ ബട്ട് ഐ എം എ ഗുഡ് ടീച്ചർ. എനിക്കൊരു നല്ല പാസ്റ്ററായിട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കൊരു നല്ല ഉപദേഷ്ടാവായിട്ടിരിക്കാൻ പറ്റും. അതാണ് എൻ്റെ മേലുള്ള വിളി. ദൈവവചനം പഠിപ്പിക്കാനും ക്രിസ്തുവിനെ വളർത്തുവാനും നമുക്ക് തരുന്ന വലിയ അവസരങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയാണ് സർവശക്തൻ നമുക്ക് തന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ആലോചനയിലേക്ക് നമ്മൾ ശാന്തമായിട്ട് ഇന്ന് ഈ സന്ധ്യാവേളയിൽ കടന്നു പോകുന്നു. പ്രൈസ് ലോർഡ്. ഈ കഴിഞ്ഞ ആഴ്ച ഒത്തിരി നേരം, വളരെ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ വചനവുമായിട്ട് ചെലവിടുവാൻ അവസരം തന്നു. ഈ ആഴ്ചയിൽ നമ്മൾ എന്ത് പങ്കുവെക്കേണ്ടതെന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ ഡിസ്കസിങ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ആദം ആൻഡ് കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. ആദാമിൻ്റെ സാമ്രാജ്യം എന്താണ്, യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യം എന്താണ് എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്നും അടുത്ത 3-4 ആഴ്ചകളോളം ഹൗ ജീസസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് കിങ്ഡം, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ രാജ്യത്തെ സ്ഥാപിച്ചത് എന്ന് നമ്മൾ ശാന്തമായിട്ട് പഠിക്കാൻ പോകും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലിരിക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ ഒരു വാക്യം ആരംഭത്തിൽ വായിച്ച് സഹായിക്കണം. ദാനിയേലിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങൾ ദയവായിട്ടെന്ന് ഉച്ചത്തിൽ വായിച്ച് സഹായിക്കണമേ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. ആ രാജ്യത്ത് വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്തിനൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറമ്പി വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കുവാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അനർത്ഥം സത്യവും ആകുന്നു. താങ്ക് യു സോ മച്ച്. സാധാരണ പ്രവചന പുസ്തകങ്ങളെ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകാറില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് ഫുൾഫിൽഡ് കവനന്റ്, ഉടമ്പടി, പൂർത്തീകരിക്കപ്പെട്ട ഉടമ്പടിയുടെ വെളിപ്പാടുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ തെറ്റായ ധാരണകൾ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ക്രിസ്തീയ സഭ. പക്ഷെ ക്രിസ്തീയ സഭയെക്കുറിച്ച് വേദപുസ്തകം പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയം. സഭയുടെ പേര് തന്നെ സത്യത്തിന്റെ തൂണെന്നാണ്. അപ്പം സത്യം മാത്രം പ്രസ്താവിക്കപ്പെടേണ്ട സ്ഥലമാണ് ക്രിസ്തുവിന്റെ സഭ. പക്ഷെ നിർഭാഗ്യവശാൽ സത്യത്തിന് കാത് തുറക്കാതെ ധാരാളം അബദ്ധങ്ങളും എററുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ക്രൈസ്തവ സഭ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നെബൂഖദ്നേസർ എന്ന രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ അതിന്റെ പശ്ചാത്തലം ഒരു 2 മിനിറ്റിൽ പറയാം. ആ സ്വപ്നം അദ്ദേഹം എന്ത് ചെയ്തു? മറന്നുപോയ സ്വപ്നം ഓർമ്മപ്പെടുത്താൻ ആരെ വിളിക്കുന്നു? ദാനിയേലിനെ വിളിക്കുന്നു. ദാനിയേൽ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഈ രാജാവിന് പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനത്തിൽ കണ്ട സ്വപ്നം ഒരു 4 മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബമാണ്. 4 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബം. അതിന്റെ തല സ്വർണം, നെഞ്ച് ഭാഗം, അതിന് ചെസ്റ്റിന്റെ ഭാഗം വെള്ളി, അരക്കെട്ട് താമ്രം, കാലുകൾ 2 ഇരുമ്പ്. അതിന്റെ കാൽപാദം ഫുട്ട്, അത് ഏറ്റവും താഴെയുള്ള കാൽപാദം ഇരുമ്പും കളിമണ്ണും ചേർന്നതെന്ന് കാണാൻ പറ്റും.
ഈ ബിംബത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ തൊടാത്ത ഒരു കല്ല്, ഈ കൈ തൊടാത്ത ഒരു കല്ലെന്ന് പറഞ്ഞാൽ എവിടുന്നോ കട്ടായി വന്ന, മുറിഞ്ഞു വന്ന ഒരു കല്ല് ഈ പാദത്തിൽ വന്ന് ഇടിക്കുകയും ഈ ബിംബം ചിന്ന ഭിന്നമായി പൊടിഞ്ഞ് പോകുകയും കാറ്റ് അതിന്റെ ധൂളിയെ ചിതറിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ഇന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏത് ചർച്ചിൽ പോയി ചോദിച്ചാലും അവരോട് ചോദിക്കുക ദൈവരാജ്യം വന്നോ എന്ന് ചോദിച്ചാൽ അവർ പറയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇത് ഞാൻ വിചാരിച്ച് ഈ അറിവില്ലാതെ പിള്ളേർ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല. മിക്കവാറുള്ള ഏതെങ്കിലും ഒരു കൺവെൻഷൻ പോസ്റ്റ് നോക്കിയാലും അതിന്റെ മുകളിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നു. ഒരു വലിയ മാസ് യോഗത്തിന്റെ വലിയ ബാനർ അടിക്കുമ്പോൾ അതിന്റെ പുറകിൽ എഴുതുന്നത് എന്താണ്? ദൈവത്തിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്തോ ഒരു വലിയ അബദ്ധമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. തെരുവിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പരസ്യമൊക്കെ നടത്തുന്ന സഹോദരന്മാർ ഒക്കെ വിളിച്ചു പറയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. അപ്പൊ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം രാജ്യം ഇതുവരെ വന്നിട്ടില്ല. രാജ്യം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ, കാരണം ഈ കല്ല് വന്ന് പാദത്തിൽ ഇടിക്കുന്നു, ആ പാദത്തിൽ ഇടിക്കുമ്പോൾ ആ രാജ്യമെല്ലാം അവിടെ നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെല്ലാം പൊടിഞ്ഞു പോകുന്നു. പൊടിഞ്ഞു പോയ ശേഷം ആ സാമ്രാജ്യത്തിന് പകരമായി ഈ കല്ല് ഒരു പർവ്വതമായി വളർന്നു വരുന്നു. അങ്ങനെ ആ വളർന്നു വന്ന പർവ്വതമാണ് യേശു ക്രിസ്തുവിന്റെ രാജ്യം. ഓക്കെ, അങ്ങനെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ചാണ്, നമ്മളല്ല മറ്റു സഭകൾ, ഈ ആധുനിക സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് കല്ല് ഇതുവരെ വന്നിട്ടുമില്ല, രാജ്യം ഇതുവരെ വന്നിട്ടില്ല, രാജ്യത്തിന്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. അപ്പൊ വാസ്തവത്തിൽ എന്തുവാണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ എന്തിനാ ഇത് പിതുക്കെ പോന്ന് ചോദിച്ചാൽ, ഇത് പിതുക്കെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയിട്ടൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചതിന്റെ ഒരു ചെറിയ പോർഷൻ ഒന്ന് പറയാൻ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ നമ്മുടെ സൂം സ്കൂളിൽ കേട്ടോണ്ടിരുന്നു, ഇവിടെ ഒരാളുണ്ടായിരുന്നു, കേട്ടു, ബാക്കി ഒന്നും കേട്ടോ എന്ന് അറിയത്തില്ല, ആർക്കെല്ലാം അതിന്റെ അയച്ചിട്ടുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിക്കുന്നത് എടുക്കണ്ട, ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാം. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരിക്കുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചോടുന്നു. ഇതിന്റെ അർത്ഥം, ഇതൊരു സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്, ഒരു ആത്മീക അർത്ഥം. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം തോട്ടം കാക്കാനും വേല ചെയ്യാനുമുള്ള ആദമിനെ സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി 1-ലെ സൃഷ്ടിയും ഉൽപ്പത്തിയിലെ 2-ലെ സൃഷ്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉൽപ്പത്തി 1-ൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുന്നു ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, എന്നിട്ട് പറയുകയാണ് ആകാശത്തിലെ പറവയെ വാഴണം, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഇഴജാതികളെ വാഴണം, സകല കാട്ടുമൃഗങ്ങളെ വാഴണം, സമുദ്രത്തിലെ മത്സ്യത്തെ വാഴണം. എന്നാൽ ആദമിനെ സൃഷ്ടിച്ചിട്ട് പറയുന്നു നീ തോട്ടത്തെ കാക്കണം, വേല ചെയ്യണം. അവിടെ വാഴ്ചയല്ല പറയുന്നത്, ദൈവത്തിന്റെ തോട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനെ പോലെ തോട്ടം കാക്കണം, വേല ചെയ്യണം. ആമേൻ. അപ്പം ഉൽപ്പത്തി 1-ൽ ദൈവം തന്റെ പ്രോഗ്രാമിങ്ങിനെ ക്രമമായിട്ട് പറയും. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ അവസാനിക്കുന്നതായിട്ട് നമ്മൾ മുമ്പോട് പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വിശ്രമിക്കുന്നു. അപ്പം ഈ 7 ദിവസം കൊണ്ട് വിശ്രമം, ഇത് ഭൗതിക ലോകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന അവന്റെ രാജ്യത്തെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു വെളിപ്പാടാണ് ഈ 7 ദിവസങ്ങളിൽ ദൈവം രഹസ്യമായി വെച്ചിരിക്കുന്നത്. 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ദൈവം എന്ത് ചെയ്തു? ഭൂമി എന്തായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായി. ഈ പാഴാണ് ശൂന്യം എന്ന് പറഞ്ഞ അർത്ഥം, നമുക്ക് പാഴും ശൂന്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? അഴുക്കായിട്ട് കിടക്കുന്നു, വേസ്റ്റായിട്ട് കിടക്കുന്നു, എംപ്റ്റി ആയിട്ട് കിടക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ പാഴും ശൂന്യം എന്ന് പറഞ്ഞാൽ, ജെറേമ്യാവിനോട് ചോദിച്ചാൽ ജെറേമ്യാവ് പറയും 4:23 പറഞ്ഞു, യെരുശലേമിലെ ഇസ്രായേൽ ലാൻഡിൽ നോക്കുമ്പോൾ, അതായത്
ജെറമ്യാവ് 4:23 ഒന്ന് വായിച്ചാൽ സഹായിച്ചു. എനിക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു പോയാൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭൂമിയെ നോക്കി പാഴും ശൂന്യവുമായി കണ്ടു. ശ്രദ്ധിക്കും, മതി. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ഒന്ന് റെഫറൻസ് നോട്ട് ചെയ്താൽ മതി. 4:23 പറഞ്ഞു, ഞാൻ ഭൂമിയെ നോക്കി, ഭൂമി പാഴും ശൂന്യവുമായി കണ്ടു. ഏതാണ് ആ ഭൂമി? ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന്റെ നിവാസവും അവിടുത്തെ ദേവാലയവും. ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയം ജനത്തിന്റെ അതിക്രമ നിമിത്തം ദൈവം എത്രയും വേഗം ആ ദേശത്തെ നശിപ്പിക്കാൻ പോവുക. കാരണം അവിടെ താമസിക്കുന്ന ജനനിവാസികൾ പാപത്തിലും അകൃത്യത്തിലും ദൈവവിരോധികളായി മാറിയത് കൊണ്ട് ഈ ജനതയ്ക്ക് ദൈവം അനർത്ഥം നിർണയിച്ചിരിക്കുന്നു. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന്, ഉടമ്പടിയിൽ നിന്ന് അകന്നുപോയ ജനത്തെ, അല്ലെങ്കിൽ ദൈവികമായ സംസർഗമില്ലാതെ, ദൈവിക വെളിച്ചമില്ലാതെ, ദൈവികമായ പ്രോഗ്രാം ഇല്ലാതെ, ബന്ധമില്ലാതെ ജീവിക്കുന്ന ജനനിവാസമുള്ള ജനത്തെയാണ് പാഴും ശൂന്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പാഴും ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ജനതയുടെ മേലുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? പാപത്തിൽ ജീവിക്കുന്നു, ഇരുട്ടിൽ ജീവിക്കുന്നു, അകൃത്യത്തിൽ ജീവിക്കുന്നു, ദൈവമില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു നിവാസികളെ ദൈവത്തിന്റെ പ്രവാചകൻ ജെരമ്യാവ് പറയുന്നു, ഭൂമിയെ നോക്കി അത് പാഴും ശൂന്യവുമായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്യമാണ് അവിടെ ജെരമ്യാവ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് ഉൽപ്പത്തി 1:2-3 വാക്യങ്ങൾ വേദം ഒരു ജനവിഭാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പുരാതനമായി സൃഷ്ടിച്ച മനുഷ്യക്കൂട്ടം അവിടെയുണ്ട്. ഈ മനുഷ്യക്കൂട്ടം ഉടമ്പടിയിൽ വന്നിട്ടില്ല, ദൈവിക വെളിപ്പാടിൽ വന്നിട്ടില്ല, ദൈവിക അറിവിൽ വന്നിട്ടില്ല, ദൈവത്തിന്റെ വെളിച്ചത്തിൽ വന്നിട്ടില്ല. ജ്ഞാനമില്ലാത്തവരായി വെറും മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹം. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആഴത്തിന്മേൽ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. ഞാനും നിങ്ങളും ഇത്രയും നാളും പഠിച്ചത് ആഴത്തിൽ ഇരുൾ എന്ന് പറഞ്ഞാൽ സമുദ്രം ഉണ്ടായിരുന്നു, സമുദ്രത്തിന്റെ ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. വിശുദ്ധ ബൈബിൾ എപ്പോഴും ഇരുൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അജ്ഞതയാണ്, അറിവുകേടിനെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പാഴും ശൂന്യം എന്ന് പറഞ്ഞ ആ ജനവിഭാഗം, ദൈവബന്ധമില്ലാത്ത ജനം, ദൈവവുമായി ഉടമ്പടിയില്ലാത്ത ജനം, സാമാന്യ ജനം, പ്രാകൃത മനുഷ്യർ, മൃഗതുല്യരായി ജീവിക്കുന്ന മനുഷ്യർ, അവരിൽ ഉള്ളത്തിൽ എന്തുണ്ട്? ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇരുട്ട് നിറഞ്ഞ ആ ജനവിഭാഗത്തിന്റെ മീതെ വചനം ഇങ്ങനെ പറയുന്നു, വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളം എന്നതുകൊണ്ട് എവിടെ നമ്മൾ ബൈബിൾ വായിച്ചാലും അത് ജനസമൂഹത്തെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെയെങ്കിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ജനവിഭാഗത്തിന്റെ പുറത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു വാക്യം പറഞ്ഞ് ഞാൻ വിടുകയാണ്. അത് ആവർത്തന പുസ്തകം 32:10 വാക്യമാണ്. ഒന്ന് വേണമെങ്കിൽ വായിച്ചു, കാരണം എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല വാക്യം. ആവർത്തനം 32:10. താൻ അവരെ മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന ദൈവം പറയുന്നു, ഈ ജനത എങ്ങനെയായപ്പോൾ മരുഭൂമിയിൽ താമസിക്കുന്നു, ഓളി കേൾക്കുന്ന നിർജ്ജന പ്രദേശ ശൂന്യപ്രദേശത്ത് താമസിക്കുന്നു. അടുത്ത വാക്യം, അവരെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവരെ സൂക്ഷിച്ചു, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ചിറക് വിരിച്ച് ചിറക് വഹിച്ചു. ഇതാണ് വാക്യം. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന പദം ഹോവറിംഗ് ചെയ്യുക. ഹോവറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോഴി തന്റെ ചിറക് വിരിച്ച് മുട്ടക്കിട പുറത്ത് അടയിരിക്കുന്നത് പോലെ പരിശുദ്ധ റൂഹ ഈ ജനതയുടെ മീതെ ഇങ്ങനെ ചിറക് വിരിച്ചിരുന്നു. ആവർത്തനം 32:10 പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്ന ജനത്തിലും ഇതേ ശൂന്യതയും പാഴുമായിരുന്നു. ഈ പാഴും ശൂന്യവുമായ ഈ ജനത്തെ ദൈവം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞില്ല. ദൈവം അവരുടെ മേൽ ചിറക് വിരിച്ച്, ദൈവം അവരെ ചിറകിന്മേൽ വഹിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജനതയുമായി തമ്പുരാൻ ഒരു പ്രൊട്ടക്ഷന്റെയും ഒരു കരുതലിന്റെയും ഒരു സൂക്ഷിപ്പിന്റെയും ഒരു ബന്ധത്തിന്റെയും ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു. ആശയം മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇരുൾ നിറഞ്ഞ സ്ഥലത്ത്, അജ്ഞത നിറഞ്ഞ സ്ഥലത്ത് ദൈവം ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുത്തത് എന്താണെന്നറിയാമോ? വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന വാക്കിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നു യഹി ഊർ. യഹി ഊർ എന്ന വാക്കിന്റെ മറ്റൊരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഹയ ഊർ.
ഹയാവൂർ എന്ന വാക്കിന്റെ അർത്ഥം ലെറ്റ് ഹിം ബി ലൈറ്റ്, അവൻ വെളിച്ചമാകട്ടെ. പിതാവാം ദൈവം, പരിശുദ്ധ റൂഹ സൃഷ്ടിയുടെ മേൽ ഉടമ്പടിയെ സ്ഥാപിപ്പാൻ ഈ സൃഷ്ടിപഥത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് വ്യാപരിക്കുമ്പോ പിതാവാം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം എന്താണ്? അവൻ വെളിച്ചമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുള് നിറഞ്ഞ ഈ ജനതയ്ക്ക് ആത്മാവിനാൽ ദൈവം അവരെ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, അവരെ ചൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം പറയുന്നു ഇവിടെ വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞാൽ ആ വെളിച്ചം മറ്റൊന്നുമല്ല, ഏതോ സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ വരുന്ന വെട്ടമല്ല, മറിച്ച് അജ്ഞത നിറഞ്ഞ ജനത്തെ അജ്ഞതയെ മാറ്റുവാൻ, ദൈവത്തിന്റെ പ്രകാശം ലഭിക്കുവാൻ, ദൈവത്തെക്കുറിച്ചുള്ള പ്രകാശനം സാധ്യമാകേണ്ടതിന് ഇവരുടെ മീതെ ക്രിസ്തു ജ്വലിക്കട്ടെ. ആമേൻ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ക്രിസ്തുവേശുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഇത് ഏത് വാക്യത്തെ ഉദ്ധരിച്ചാണ് പൗലോസ് പറഞ്ഞത്? ആ വാക്യത്തെ, വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുളിൽ നിന്ന് വെളിച്ചം വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിച്ചത്? ക്രിസ്തുവേശുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം ഇവരുടെ ഹൃദയങ്ങളിൽ വിളങ്ങിക്കേണ്ടതിന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരിക. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ. അർത്ഥം മറ്റൊന്നുമല്ല, ക്രിസ്തു വരട്ടെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രിസ്തു വന്ന് ഇവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തു വന്ന് ഇവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പ്രസാദം ഈ ജനസമൂഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധ റൂഹ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഈ ജനസമുദ്രത്തിൽ നിന്ന് എനിക്ക് ഉടമ്പടിയുമായി ബന്ധമുള്ള ഒരു ആൾക്കൂട്ടത്തെ തിരഞ്ഞെടുക്കണം, ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കണം. ആമേൻ, ആമേൻ. 1-ാമത്തെ ദിവസം യേശു ക്രിസ്തുവിന്റെ ദിവസമായിരുന്നു. സന്ധ്യയായി, ഉഷസ്സുമായി 1-ാം ദിവസം. കൂടുതൽ അത്യാവശ്യം അറിയാവുന്നവർക്ക് ദയവായിട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇത് മുഴുവൻ സവിസ്തരം പഠിപ്പിച്ച ഒരു ക്ലാസിന്റെ ഓഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്തേക്കാം. 1-ാം ദിവസം ആരുടെ ദിവസമാണ്? ക്രിസ്തുവിന്റെ ദിവസമാണ്. 2-ാമത്തെ ദിവസമോ? 2-ാം ദിവസം എന്താ സംഭവിച്ചത്? വെള്ളങ്ങളെയും തമ്മിൽ വേർതിരിച്ചു. 2 വെള്ളങ്ങൾക്ക് നടുവിൽ വിധാനമുണ്ടാക്കി. വിധാനത്തിന് മുകളിലുള്ള വെള്ളം, വിധാനത്തിന് താഴെയുള്ള വെള്ളം. ഇത് മുഴുവൻ ഒരു 5 കാലഘട്ടങ്ങളാണ്. ഞാൻ ഈ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. 5 കാലഘട്ടങ്ങളാണ്. 1-ാമത്തെ കാലഘട്ടം ക്രിസ്തു വെളിപ്പെട്ട കാലഘട്ടം. ക്രിസ്തു വെളിപ്പെട്ട കാലം, അതായത് പ്രകാശം വെളിപ്പെട്ട കാലം. ആ പ്രകാശം വെളിപ്പെട്ട കാലത്തിൽ 2 കാര്യം നടന്നു. ഒന്ന്, ദൈവം ഇരുളിനെ വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു. എന്നിട്ട് ഇരുളിന് രാത്രി എന്ന് പേരിട്ടു, വെളിച്ചത്തിന് പകൽ എന്ന് പേരിട്ടു. 1-ാം നാളിന്റെ പ്രത്യേകത എന്താ? ഒരു സൃഷ്ടി നടന്നിട്ടില്ല. ക്രിസ്തുവിനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ഇനി 2 തലത്തിലാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഒന്ന് ഇരുൾ, 2 വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ ജനസമൂഹത്തിന് നടുവിൽ ഒരു കൂട്ടം ആളുകൾ ഇരുളിൽ നടക്കും, മറ്റൊരു കൂട്ടം ആളുകൾ വെളിച്ചത്തിൽ നടക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു കൂട്ടം ഇരുളിന്റെ മക്കളായിരിക്കും, മറ്റൊന്ന് ഈ വെളിച്ചത്തിന്റെ മക്കളായിരിക്കും. ഇതിനെ വേർതിരിക്കുന്ന ഒരൊറ്റയാളാണ് ക്രിസ്തു എന്ന ഏക വെളിച്ചം. പ്രൈസ് ലോർഡ്. ക്രിസ്തു എന്ന വെളിച്ചം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുമ്പോൾ കുരുടന്റെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഉള്ളിടത്തോളം എന്തുവാ? ഭൂമിക്ക് വെളിച്ചമാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി വരുന്നു. പകലുള്ളിടത്തോളം എന്നെ അയച്ചവന്റെ വേല ചെയ്യണം. അതിന്റെ അർത്ഥം ഞാനാണ് പകൽ, ഞാനാണ് പകൽ, ഞാനാണ് ഭൂമിക്ക് പ്രകാശം. ക്രിസ്തു ഭൂമിയിൽ നിന്ന് വിട്ടുപോയതിന്റെ അന്ന്, സ്വർഗാരോഹണം ചെയ്തതിന്റെ അന്ന് ഭൂമിയിൽ ഇരുൾ വന്നു. പിന്നെ ആ ഭൂമിക്ക് പ്രകാശം കൊടുത്തത് അവന്റെ ശിഷ്യന്മാരും അവന്റെ അപ്പോസ്തലന്മാരുമാണ്. ആ ഇരുൾ തീരാറായി എന്ന് റോമർക്കെഴുതുന്ന ലേഖനത്തിൽ പൗലോസ് 13-ന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, പകൽ കഴിവാറായി, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? മിശിഹാ ഇവിടുന്ന് പോയതിന്റെ അന്ന്, സ്വർഗാരോഹണം ചെയ്തതിന്റെ അന്ന് ഭൂമിക്ക് പ്രകാശം നഷ്ടപ്പെട്ടു. കാരണം 1-ാം നാളിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ നൽകുന്ന തിരുവെഴുത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവചന ശബ്ദങ്ങളുമാണ് ഇവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ പറഞ്ഞത് വെറുതെയല്ല, ബൈബിളിലെ പല ഭാഗങ്ങൾ ചേർത്തങ്ങ് പറയുക. പ്രവചന ശബ്ദങ്ങളും ദൈവാലോചനകളും അന്നുള്ള ജനത്തിന് പ്രകാശം കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞ് പേടിക്കേണ്ട, ഒരു ദിവസം ഉദയ നക്ഷത്രം ഉദിക്കാൻ പോകുന്നു, ആ പ്രഭാതത്തിന് വേണ്ടിയുള്ള സമയമെടുത്തിരിക്കുന്നു. ഇരുൾ കഴിയാറായി, ഇരുൾ കഴിയാറായി. 1-ാം നൂറ്റാണ്ടിലെ സഭ ഇരുളിൽ നിന്ന്, രാത്രിയിൽ നിന്ന് എങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു?
പ്രഭാതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഉദയനക്ഷത്രം എവിടെ ഉദിക്കുമെന്ന് പറഞ്ഞ്, ഉദയനക്ഷത്രം മറ്റാരുമല്ല, ക്രിസ്തുവാണ്. അവൻ എവിടെ ഉദിക്കുമെന്ന് പറഞ്ഞത് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നു. അതെ, പ്രവചന ശബ്ദവും അധികം തെളിവായി നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അത് അധികം കരുതിക്കൊള്ളണം. എപ്പോൾ വരെ? ഉദയനക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയ മിശിഹാതമ്പുരാൻ രണ്ടാമത് വരും. എവിടെ വരും? എവിടെ വരും? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കും. യേശു രണ്ടാമത് വരുന്നത് ഏതോ മലയുടെ പുറത്തല്ല. യേശു രണ്ടാമത് വന്നത് നിന്റെ ഹൃദയത്തിനകത്താണ്. ആമേൻ, ആമേൻ. കൊലോസ്യർ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം എന്ന് പറഞ്ഞേ, നമ്മുടെ ജീവനായ ക്രിസ്തു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എവിടെ വെളിപ്പെടും? ജീവനായവൻ എവിടെ വെളിപ്പെടും? ജീവനിൽ വെളിപ്പെടും. ആമേൻ. പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ കർത്താവ് എങ്ങോട്ടാണ് ഇറങ്ങി വന്നത്? നിങ്ങൾ പറ. യെരൂശലേമിന്റെ കുന്നിന്റെ മുകളിൽ സ്വർണം കൊണ്ടൊരു ദേവാലയം ഉണ്ടാക്കി വെച്ചു. വിലപിടിപ്പുള്ളൊരു ദേവാലയം. ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഷെക്കേന എവിടെ ഇറങ്ങി? വിശുദ്ധ മന്ദിരത്തിൽ ഇറങ്ങി. ക്രിസ്തു ആരാണ്? ദൈവ തേജസ്സായ ക്രിസ്തു എവിടെ ഇറങ്ങി? മനുഷ്യനിർമ്മിതമല്ലാത്ത, ദൈവം കൈപ്പണിയായി നിർമ്മിച്ച ജീവനുള്ള കല്ലുകളെ കൊണ്ട് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ പണിതുക യേശു ക്രിസ്തുവിന്റെ സഭയുടെ നാഥനായി ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് മിശിഹ ഇറങ്ങിയതിന്റെ പേരാണ് രണ്ടാം വരവ്. ശബ്ദമുയർത്തി പറയുന്നതിൽ, കാരണം ഇത് കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയണം. ദാറ്റ് ഈസ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. പോട്ടെ, അവിടെ വിടുകയാണെ. ഒന്നാമത്തെ കാലം ഏതാ? യേശുവിന്റെ കാലം. അത് അതെപ്പം മുതൽ അറിയുമോ? ആദം മുതൽ. ജസ്റ്റ് ആ പീരീഡ് പറയാം. ആദം മുതൽ നോഹ വരെയുള്ള കാലം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടത്തിൽ ഇരുളും വെളിച്ചവുമായിരുന്നു. കായൻ ഇരുളായിരുന്നു, ആബേൽ വെളിച്ചമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദം വെളിച്ചത്തിലായിരുന്നു, പിന്നെ ഇരുട്ടിലേക്ക് പോയി. അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്. ജീവൻ എപ്പോഴും വെളിച്ചത്തെ കാണിക്കുന്നു. അറിവിന്റെ വൃക്ഷം എപ്പോഴും അജ്ഞതയെ കാണിക്കുന്നു, തിന്മയെ കാണിക്കുന്നു. അപ്പൊ ഇരുളും വെളിച്ചവും മാത്രം മുൻപോട്ട് പോകുന്നു. 6-ാം അധ്യായത്തിൽ ഇരുളിന്റെ പുത്രന്മാരും വെളിച്ചത്തിന്റെ പുത്രന്മാരും തമ്മിൽ എന്തുണ്ടായി? സംസർഗമുണ്ടായി. ഒരു ഹൈബ്രിഡ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതോടെ സ്വർഗം പറഞ്ഞു, ഈ ദിവസം അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുന്നത് 2-ാം നാളിന്റെ ഡേയാ. അത് നോഹയുടെ കാലമാണ്. നോഹയുടെ കാലം മുതൽ അബ്രഹാമിന്റെ കാലം വരെ 2-ാം നാളിനൊരു പ്രത്യേകതയുണ്ട്. വെള്ളങ്ങളെയും തമ്മിൽ വേർതിരിച്ചു. മീതെയുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും. ഇതിനെ വേർതിരിക്കാൻ ഒരു വിധാനമുണ്ടാക്കി. അത്രയുള്ളൂ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. നോഹയുടെ കാലത്ത് മറ്റൊന്നും സംഭവിച്ചില്ല. നോഹയുടെ കാലത്ത് ജനം അതിക്രമത്തിൽ പെരുകിയപ്പോൾ 2-ാം നാളിൽ ദൈവം എന്തിനാണോ ഈ റഖ്യായുടെ മുകളിൽ, വിധാനത്തിന് മുകളിൽ വെള്ളം വെച്ചത്, അതിന്റെ ഉദ്ദേശം സാധ്യമാക്കി. എന്താ പറഞ്ഞേക്കുന്നത്? ആകാശത്തിന്റെ ഉറവകൾ തുറന്ന് വെള്ളം മഴയായി പെയ്തിറങ്ങി, ജലീയ വലിയ പ്രളയമുണ്ടായി. അപ്പൊ 2-ാം നാൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവിക ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾ എന്ന് തെറ്റിപ്പോകുന്നോ അന്ന് മേളിൽ നിന്ന് മഴ പെയ്ത്, റഖ്യായിൽ നിന്ന് മഴ പെയ്ത്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മഴയെ താഴോട്ട് ചുരിയിച്ച് പ്രളയത്താൽ ജനത്തെ നശിപ്പിച്ചു. ജഡ്ജ്മെന്റ്. ഒരു സൈഡിൽ ദൈവത്തിന്റെ ഉടമ്പടി വളരുമ്പോൾ മറു സൈഡിൽ ദൈവത്തിന്റെ പ്രോഗ്രാമിൽ വെച്ചിരിക്കുന്നതായ ആ ന്യായവിധിയും വളരുന്നു. ഗ്രഹിക്കാൻ പറ്റുന്നു പതുക്കപ്പോ? ആദമിന്റെ കാലം മുതൽ നോഹയുടെ കാലം വരെ 1-ാം നാൾ. നോഹയുടെ കാലം മുതൽ ബാബേൽ പ്രവാസത്തിലേക്ക് ജനത്തെ പിരിച്ചുവിടുന്നത് വരെ 2-ാം നാൾ. നോക്കിക്കേ, നോഹയുടെ കാലം മുതൽ മൊത്തം കാണുന്നത് എന്താണ്? പിരിവാണ്. ഹല്ലേലൂയ. ജീവനുള്ളൊരു കൂട്ടം, വെള്ളത്തിലുള്ള രക്ഷപ്പെട്ട കൂട്ടം, ചത്ത കൂട്ടം, രണ്ടായിട്ട് പിരിച്ചിരിക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കൂട്ടം, മഞ്ഞ് മരിച്ചുപോയ കൂട്ടം. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്റെ പുത്രന്മാരെ 70 രാജ്യങ്ങളായിട്ട് പിരിക്കുന്നു. വേർപിരിവിന്റെ കാലം, 2-ാം കാലം. 3-ാമത്തെ കാലത്തിലേക്ക് വന്നു. 3-ാം ദിവസം എന്താ സംഭവിച്ചത്? ഭൂമിയിലുള്ള വെള്ളമെല്ലാം, ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റുന്നു, ബൈബിൾ സ്റ്റഡി അല്ല, ടേക്ക് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ്. ഭൂമിയിലുള്ള വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെന്ന് കൽപ്പിച്ചു. ദൈവം വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. ദൈവം ഉണങ്ങിയ നിലത്തിന് കര എന്ന് പേരിട്ടു, ഭൂമി എന്ന് പേരിട്ടു. ഈ കാലഘട്ടമാണ് അബ്രഹാമിന്റെ കാലഘട്ടം. എന്ത് ചെയ്തു? ഇപ്പൊ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് കര, 2 കടൽ. കരയിലുള്ളവരെ എല്ലാം തലേ ദിവസം തന്നെ പിരിച്ചുവിട്ടു. ഇപ്പൊ കരയിൽ ആളില്ല. ക്രൈസ്തവോ സർവശക്തൻ തീരുമാനിച്ചു മെസപ്പൊത്തോമിയ എന്ന് പറയുന്ന കടലിലോട്ട് എന്നിട്ട് പറഞ്ഞു, ദൈവം പറയുന്നു, അബ്രഹാമേ പുറപ്പെട്, കാണിപ്പാനുള്ള ലാൻഡിലേക്ക് വാ. അതാണ്ട് ഒരു ലാൻഡ് ഒരുക്കിയിട്ടുണ്ട്. ചേർന്നൊരു ആമേൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ടാണ് വിളിച്ചത്? കടലിൽ നിന്നൊരു മനുഷ്യനെ കരയിലേക്ക് വിളിച്ചു. ഏത് കര? വാഗ്ദത്ത ദേശം.
ഐ എം സ്പീക്കിംഗ് ദ റെവലേഷൻസ് ഓഫ് ഗോഡ്. ലാൻഡിലേക്ക് വിളിച്ചു. ഈ ലാൻഡ് നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരുമെന്ന് പറഞ്ഞു. അതിനെ നടന്നു പ്രാപിക്കാൻ പറഞ്ഞു. അവിടെ അവനെ പോറ്റി പുലർത്തി സൂക്ഷിച്ചു, മഹത്വത്തെ വെളിപ്പെടുത്തി. എന്തൊരു യാത്ര ഇത്! ഇതൊരു സ്വർഗീയ യാത്രയാണ്. ആ ലാൻഡിൽ വളർന്നു, സന്തതിക്ക് കൊടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതല്ല എന്റെ ശാശ്വത ഭൂമി. ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ വേറെന്തോ ഒന്നുണ്ടെന്ന് ഈ സ്ഥലത്തിരുന്നുകൊണ്ട് താൻ കാത്തിരുന്നു. മൂന്നാം നാൾ ആരുടെ നാളാണ്? അബ്രഹാമിന്റെ കാലം. തുടർന്നു ഇസഹാക്ക് വന്നു, യാക്കോബ് വരെ വന്നു. യാക്കോബ് വരെ ഈ മൂന്നാം നാളാണ്. യാക്കോബിന് 12 പുത്രന്മാരിൽ കുടുംബം രംഗത്ത് വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ജനസമൂഹം, ഫാമിലി രംഗത്ത് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി 4-ാം നാൾ തുടങ്ങാൻ പോവാ. 4-ാം നാളിന്റെ പ്രത്യേകത എന്തുവാ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അവിടെ എന്തുണ്ട്? കാലമുണ്ട്, സീസൺസ് ഉണ്ട്, വർഷങ്ങളുണ്ട്, ശബത്തുണ്ട്, ഉത്സവങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രമാരാ? യാക്കോബും അവന്റെ 12 പുത്രന്മാരും കുടുംബവും. 4-ാം നാൾ ആരംഭിച്ചു. പ്രകാശം കൊടുക്കാൻ ദൈവം അവരെ തീരുമാനിച്ചു. ഉടമ്പടിയുടെ പ്രകാശത്തിന് അവർ ജീവിപ്പാൻ തുടങ്ങി. പലപ്പോഴും അവർ മിസ്രൈമിൽ പോയി തിരിച്ചു കൊണ്ടുവന്നു. ഈ ലാൻഡിൽ അവരെ സ്വസ്ഥമായി പാർപ്പിച്ചു. ദേവാലയം കൊടുത്തു. ഭൂമിയിലെ പ്രകാശമായി ദൈവത്തിന്റെ കൃപയാൽ 4-ാം നാളിൽ ജനം ശോഭിക്കാൻ തുടങ്ങി. തീർന്നില്ല. തമ്പുരാൻ പറഞ്ഞു, 5-ാമത്തെ ദിവസം വരുന്നുണ്ട്. 5-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 5-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ദൈവം കടലിലെ വലിയ ജന്തുക്കളെ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന മോൺസ്റ്റർ, തിമിംഗലങ്ങളെ ഉണ്ടാക്കി. ഞാൻ എന്റെ കൂടെ വരുന്നുണ്ടോ? ഗേഡ് ഓഫ് കോഡ് രസിക്കാൻ പറ്റുന്നത്. തിമിംഗലങ്ങളെ ഉണ്ടാക്കാൻ പറഞ്ഞു. മത്സ്യങ്ങളെ ഉണ്ടാക്കി. ആകാശത്ത് പറക്കുന്ന പറവുകളെ ഉണ്ടാക്കി. സന്ധ്യ ഉഷസ്സുമായ 5-ാം ദിവസം. അർത്ഥം എന്താ? കരയിൽ താമസിക്കുന്ന നീ സമുദ്രത്തിലെ സകല മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവയും വാഴേണ്ട നീ ഉടമ്പടിയിൽ നിന്ന് എന്ന് തെറ്റുന്നു, അന്ന് നിന്നെ ഭരിക്കാൻ, നിന്നെ ന്യായം വിധിക്കാൻ, നിന്നെ വാഴാൻ കടലിൽ നിന്ന് ലിവ്യാതാന്മാർ കയറി വരും. ആമേൻ. അങ്ങനെ ആദ്യമായി അസീറിയ എന്ന് പറയുന്ന ലിവ്യാതാൻ കടലിൽ കയറി വന്നു. 10 ഗോത്രത്തെ പിടിച്ചോണ്ടങ്ങ് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോ കാണാം, ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ 2-ാമത്തെ തിമിംഗലം കയറി വന്നു, ലിവ്യാതാൻ. വായിച്ചിട്ടില്ലേ? അത് കുറച്ച് കഴിഞ്ഞ് കാണാം, ഇപ്പുറത്തെ നേരം മിസ്രൈമിൽ നിന്ന് അടുത്തൊരു തിമിംഗലം കയറി വന്നു. അതും കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള കാലം മൊത്തം തിമിംഗലങ്ങളുടെ കാലമാണ്. കടലിൽ നിന്ന്, കമോൺ എന്റെ കുടുംബം വന്നട്ടെ, കടലിൽ നിന്ന് ഈ ജന്തുക്കൾ കയറി വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം ഈ ജനത അവസാനിച്ചെങ്ങനെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഞാൻ കടലിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് കാണുന്നു എന്ന് പറഞ്ഞു. അത് റോമായിരുന്നു. ആ റോം എന്ന് പറയുന്ന ആ കടലിൽ നിന്ന് വന്ന മൃഗം ഈ ജനതയെയും അവരുടെ സമൂഹത്തെയും അവരുടെ ആലയത്തെയും മുഴുവനെയും തച്ചുടച്ച് ആ ജനതയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. സന്തോഷമുള്ള രാമൻ, ഞാൻ ആരോടാ സംസാരിക്കുന്നത്? താങ്ക് യു ലോർഡ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ജനത്തെ തന്നില്ലല്ലോ. എന്റെ കിട്ടിയെല്ലാം ഓതി പിള്ള കിറിഞ്ചി കേസുകളാണ്. അഞ്ചാം നാളിന്റെ പ്രത്യേകത എന്തിനാ? ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോം, അസ്മോനിയൻ രാജവംശം, അവസാനം ബെഹമോത്ത്, കരയിൽ നിന്ന് വന്ന ജന്തു, ബെഹമോത്ത്, കടലിൽ നിന്ന് വന്ന ലിവ്യാതാൻ. എന്തോന്നുമോ കേട്ടില്ലേ? ബെഹമോത്തോ ബോണ്ട സൂര്യൻ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായത്. ഈ ബെഹമോത്ത് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് വന്ന ജന്തുവിന്റെ പേരാ ബെഹമോത്ത്. കടലിൽ നിന്ന് വന്ന ജന്തുവിന്റെ പേരാ ലിവ്യാതാന്റെ തല തകർത്ത് മരുവാസികൾക്ക് ആഹാരം കൊടുത്തു. കാടപ്പക്ഷി കൊടുത്തെന്ന് പറഞ്ഞത് അങ്ങനല്ല. ലിവ്യാതാൻ എന്ന് പറഞ്ഞാൽ പറവനെ അടിച്ചു കൊന്നിട്ട് ആ മരുഭൂമി താമസിക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുത്തെന്ന, അല്ലാതെ അതിനെ മുറിച്ച് ചിറക് വിരിച്ച് കാടപ്പക്ഷിയെ കൊടുത്ത് അങ്ങനെ ഇവിടെ മൊത്തം പഠിപ്പിക്കുന്നില്ല. ഇനി എന്തുകൊണ്ട് ഈ ക്രമീകരണം വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, 5-ാം നാൾ കൊണ്ട് മൃഗങ്ങളുടെ വാഴ്ച അവസാനിക്കും. ഗ്ലോറി ടു ഗോഡ്. ഏറ്റവും ഒടുവിലത്തെ മൃഗം റോമായിരിക്കും. റോം കൊണ്ട് ഈ ഉടമ്പടിയുടെ ജനം അവസാനിക്കും. അവരുടെ ദേവാലയം നശിക്കപ്പെടും. അവരുടെ ഉടമ്പടി അവസാനിക്കും. അവരുടെ പൗരോഹിത്യം അവസാനിക്കും. അവസാനം എന്ത് ചെയ്യാൻ പോവാ? അതിന്റെ ഒടുവിൽ
നമ്മൾ വായിച്ചതുപോലെ ആ ബിംബത്തിന്റെ അവസാന ഭാഗത്ത്, കാൽഭാഗത്ത് ഇരുമ്പും കളിമണ്ണും മാത്രം വന്ന് ചേരുന്ന ആ കാൽപാദത്ത് കൈതൊടാത്തൊരു കല്ല് വന്ന് ഈ സാമ്രാജ്യങ്ങളെ തച്ചുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റാരുമല്ല, ദാറ്റ് ഈസ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. എപ്പോൾ ശ്രദ്ധിച്ചോണം, കമ്മിങ് ഓഫ് ക്രൈസ്റ്റിന്റെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഇൻകാർണേഷൻ, രണ്ട് പ്രത്യക്ഷത. ഇത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒരു പ്രോഗ്രാം. മറന്നുപോലെ ഒരു നല്ല ആമയും പറയും. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരവും യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഒറ്റ പ്രോഗ്രാമാണ്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം ഈ BC 3 നടന്നു. യേശുവിന്റെ രണ്ടാം വരവ് ഇതുവരെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ചേട്ടായിക്ക് ഇന്ന് വരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഇത് പബ്ലിക്ക് പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട്, എങ്കിലും ഞാൻ പറയുക. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ക്രിസ് ഒയാക്കിലോമി. ഇന്ത്യയിലും കേരളത്തിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഏറ്റവും കൂടുതലുള്ള ആൾ എന്റെ കയ്യിലാണ്. അതായത് ആ മനുഷ്യന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ആൾ ഉള്ളത് എന്റെ കയ്യിലാണ്. ഓഡിയോയും വീഡിയോയും എല്ലാം കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഓഡിയോ എന്റെ കയ്യിലുണ്ട്. ഈ മനുഷ്യൻ കഴിഞ്ഞ വർഷം ഒരു 29 മിനിറ്റ് ഉള്ള ഒരു പ്രസംഗത്തിൽ അടിപൊളിയാ, ഭയങ്കര റിച്ചാണ്. നൈജീരിയ മൊത്തം വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പൈസയുണ്ട്. കോടിക്കണക്കിന് അനുയായികളുണ്ട്. ജോൺ ലോറൻസിനെ പോയി ഇതങ്ങനല്ല. പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ അന്ത്യകാഹളം ധ്വനിക്കും. അവിടെ KJV എഴുതി വെച്ചേക്കുന്നു, എന്തോ ട്രംപ്. എന്തോ എഴുതിയേക്കുന്നത്? ട്രംപറ്റ് എന്നില്ല, ട്രംപ് ദ ട്രംപറ്റ്. കാഹളം ധ്വനിക്കും. അദ്ദേഹം പറയുന്നു, നൗ ട്രംപ് came to the second time and this is the sign of parousia. കർത്താവ് വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ട്രംപ് രംഗത്ത് വന്ന് പറഞ്ഞത്. ഈ ഇവിടുത്തെ അച്ഛന്മാരല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ദൈവദാസൻ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. പത്രാസിനകത്തും ആള് കൂടുന്നതിനകത്തും ഒന്നുമല്ല കാര്യം. ഇച്ചിരി വെളിച്ച ഏതെങ്കിലും മേഖലയിൽ വരണം എന്ന് എനിക്കൊരാഗ്രഹം. അദ്ദേഹത്തിന് വെളിച്ചമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കട്ട് ചെയ്തിട്ട് എന്നെ കൊല്ലത്, കൊന്നാലും കുഴപ്പമില്ല, ഞാൻ ചത്ത വരാം, പിന്നെ എന്നെ എങ്ങനെ കൊല്ലുന്നത്? ലാഭത്തെ കൂട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഒന്നും ദൈവം തരണ്ട, എനിക്ക് സമ്പന്നനാകണ്ട, എനിക്ക് വീട് വേണ്ട, കാറ് വേണ്ട, ആസ്തി വേണ്ട. ഇത് പറയുന്നല്ലോ, കേരളത്തിലെ ഒരു വാസം ഞാൻ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇല്ലാത്തവരും പറയും ഒന്നും വേണ്ട. ഞാൻ ആത്മാർത്ഥത പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് റിച്ച് ആകുന്നത് ദൈവവചനത്തിലാണ്. ഞാൻ ഏറ്റവും ഹാപ്പി ആകുന്നത് ദൈവത്തിന്റെ ആലോചനകൾ പ്രാപിക്കുമ്പോഴാണ്. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് പോക്കറ്റ് പൈസ തരുമ്പോഴല്ല. when God speak to me, ഇതിനകത്ത് സത്യം കേൾക്കും, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഞാൻ എന്തോ ലോട്ടറി അടിച്ചതിനെ പോലെ. അതുകൊണ്ട് കർത്താവ് സന്തോഷിക്കാൻ പറഞ്ഞു. ചേർന്ന് രാമ്യം പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ട്രംപ് ഒന്നും അല്ല. ട്രംപ് 4 വർഷം കഴിയുമ്പോൾ പോകും. ഈ അച്ചാച്ചൻ അവിടെ തന്നെ വീണ്ടും ആ കസേര കാണും. ട്രംപ് 3-ാം വരെ വരാൻ നമുക്ക് കാത്തിരിക്കാന്ന് പറയുന്നത്. കമ്മിങ് ഓഫ് ക്രൈസ്റ്റിന് 2 പാർട്ടുണ്ട്. നമ്പർ 1 ദ ഇൻകാർണേഷൻ ആൻഡ് നമ്പർ 2 പറോസിയ. മറക്കല്ലേ? എന്തുകൊണ്ടാണ് തെളിയിക്കാം. മിശിഹാതമ്പുരാൻ ഭൂജാതനാകുന്നതിന് 6 മാസം മുമ്പ് എലിസബത്ത് സക്കറിയ ദമ്പതിമാരുടെ അടുക്കൽ ഗബ്രിയേൽ വന്നിട്ട് പറയുന്നു, നിനക്ക് ഞാനൊരു മകനെ തരും. ആ മകനെ തരുമെന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രസംഗിക്കും വരുന്നത്, പ്രിയമുള്ളവരെ, ഏറിയ നാളുകളായി ഒരു പുത്രനെ ലഭിക്കാതെ, പുത്രസൗഭാഗ്യം ലഭിക്കാതെ നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഉപവസമിരുന്ന സക്കറിയാവിന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് ഒരു മകൻ. അങ്ങനൊന്നും അല്ല. ഇനി ഈ കിളവര് പിള്ളേരെ കിട്ടാൻ വേണ്ടി ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? സക്കറിയ അകത്ത് ധൂപം കാട്ടുന്നു, ജനം പുറത്ത്. ഞാൻ എന്താ പ്രാർത്ഥിച്ചേ? കർത്താവേ, ഞങ്ങളുടെ അപ്പച്ചൻ അവസാന കാലത്ത് വെള്ളം ഒഴിക്കാൻ ഒരു കൊച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മലയാളി അങ്ങനെ വ്യാഖ്യാനിക്കൂ. അങ്ങനല്ല. മലാക്കിയുടെ പ്രവചനം അവസാനത്തെ വാക്യം ഇങ്ങനെയാ: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കും. യഹൂദന് നന്നായിട്ടറിയാം, ഏലിയാവ് വന്നാലേ അവർക്ക് മശിഹയെ കാണാൻ പറ്റത്തുള്ളൂ. മശിഹയെ വഴികാട്ടാനാണ് ഏലിയാവ് വരേണ്ടത്. യഹൂദന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തമ്പുരാനെ, ഏലിയാവിനെ അയക്കണമേ, ഏലിയാവിനെ അയക്കണമേ, ഏലിയാവിനെ അയക്കണമേ.
മക്കളില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യനകത്ത് കയറി ധൂപം കാട്ടുമ്പോൾ ദേവാലയത്തിന്റെ വലതുഭാഗത്തിൽ ദൂതൻ വന്നിട്ട് പറയുന്നു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്താ പ്രാർത്ഥന? ഏലിയാവിനെ അയക്കാൻ പോവുകയാ. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ഏലിയാവിന്റെ ശക്തിയോടുകൂടെ നടക്കും. അനേകരെ നീതിയിലേക്ക് നടത്താൻ, നീതിമാന്മാരുടെ ബോധത്തിലേക്ക് നടത്താൻ ഞാൻ അവനെ എന്ത് ചെയ്യാൻ പോവുകയാ? ഏലിയാവിന്റെ ശക്തിയോടെ വിടാൻ പോവുക. സക്കറിയാവിന്റെ മുമ്പിൽ പ്രോമിസ് കിട്ടി. ആര് വരുന്നുണ്ട്? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവിനെ അയച്ചു. ഇത് വരുമ്പോൾ എപ്പോഴാ വന്നേ? മിശിഹ വരുന്നതിന് 6 മാസം മുമ്പ് അദ്ദേഹം തന്റെ അമ്മയുടെ ഉയർത്തിച്ചു. മിശിഹ രംഗത്ത് വന്നു. ഇദ്ദേഹം നേരെ മരുഭൂമിയിൽ താമസിച്ചു. യേശു നസ്രയത്തിൽ താമസിച്ചു. യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ യോർദാന്റെ കരയിലോട്ട് ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ ആത്മാവ് സ്വർഗം തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ച പ്രസംഗ വിഷയം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? ആ രാജ്യത്തിന്റെ രാജാവ് താണ്ടെ നമ്മുടെ ഇടയിൽ വളരുന്നുണ്ട്. ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഇവിടെ അടുത്തൊരു തച്ചന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, എന്നെക്കാൾ 6 മാസം എളുപ്പത്തോടെ. ആ ആളിന് വഴികാട്ടാനാണ് ഞാൻ വന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒട്ടകരോമത്തിന്റെയും ദൈവം അനുവദിക്കുന്ന ആ മെസ്സേജ് ഞാൻ എടുക്കാൻ കേട്ടപ്പോൾ, എന്തുകൊണ്ട് ഈ ഒട്ടകരോമവും തേനും വെട്ടിക്കിളിയും കാട്ടുതേനും ഒട്ടകരോമവും എന്തോ അതിന് അതൊരു റെവലേഷൻ ഉണ്ട്. ഒരു ബ്രഹ്മാണ്ഡ സാധനം. ഇപ്പം ഞാൻ പറയുന്നില്ല, പിന്നെ പറയും എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കി പറഞ്ഞത് അതൊരു റെവലേഷനാണ്. ദൈവം ഒന്ന് പ്രസംഗിച്ചു, മരുഭൂമി പ്രസംഗിച്ചു. എന്റെ പ്രസംഗം കേട്ട് എല്ലാവരും സ്നാനപ്പെടാൻ ഓടി വന്നു. ഓടി വരുന്നവരോട് ചോദിച്ചു, വരുവാനുള്ള കോപം ചോദിക്കുന്നു. മലയാളിയോട് ചോദിക്കുന്നു, ഓൺലൈനിൽ കേൾക്കുന്നവരോട് ചോദിക്കുന്നു, വരുവാനുള്ള കോപം എന്ന് താൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിഴിയുവാൻ നിങ്ങളെ ഉപദേശിച്ചതാര്? സർപ്പസന്തതികളെ എന്ന് വിളിക്കുക, പാമ്പിന്റെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുക. അടുത്തൊരു വാക്കും പ്രധാനമുള്ളത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു, എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും, അല്ലാത്തവന്മാരെ തീക്കാത്ത സ്നാനപ്പെടുത്തും. പുള്ളിക്ക് 2 സ്നാനമേ ഉള്ളൂ. ഒന്ന് ആത്മസ്നാനം. ആത്മസ്നാനം പറ്റാൽ എന്ത് ചെയ്യും? ആത്മസ്നാനം വന്നാൽ ആത്മാവ് നിന്നെ ക്രിസ്തുവിന്റെ ബോഡിയിലേക്ക് സ്നാനപ്പെടുത്തും. തീയുടെ സ്നാനമോ ഈ ബോഡിയിൽ നിന്നില്ലാത്ത നിന്നെ കത്തിച്ചു കളയും. എന്നിൽ വസിക്കാത്ത കൊമ്പിനെ തീയിലിട്ട് കത്തിക്കും. അല്ലാതെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി ഡിസ്കോ ഡാൻസ് കളിക്കുന്നതല്ല ആത്മസ്നാനം, അഗ്നിസ്നാനം. ഇവിടുത്തെ അഗ്നിസ്നാനം എന്തോ? കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ഒരു ചെറുക്കൊരു ഫോട്ടോ, ഒരു വീഡിയോ അയച്ചു തന്നു. വർഷിപ്പ്. കുറെ പെമ്പിള്ളാരെല്ലാം കിടക്കുന്ന സ്റ്റേജിൽ കിടന്ന് അടിപൊളി സിനിമാറ്റിക് ഡാൻസ്, ലൈറ്റൊക്കെ എന്റെ ദൈവമേ. എന്നിട്ട് പറയും ഇത് വർഷിപ്പാണ്. സഹോദരന്മാരെ, എന്നോട് പണങ്ങല്ലേ പ്ലീസ്. ഒന്നും വർഷിപ്പല്ല, ഇത് വെറും ജഡത്തിന്റെ ചാട്ടോ. ആ പെമ്പിള്ളാരെ കണ്ടോണ്ട് ഈ പുരണ്ടി കിടന്ന പയ്യന്മാർ കൊള്ളാം, അവിടെ നല്ല ആട്ടോ. അതല്ല, യേശു ഒന്നും വരത്തുന്നില്ല അവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു സുന്ദരിയായ പെമ്പ അവിടെ കിടന്ന് ഡാൻസ് കഴിച്ചാൽ ഏത് ചെറുക്കനും ഇക്കിളി വരും. പിന്നെ അതൊന്നും അഭിനയിക്കത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം, പച്ചക്ക് ഞാനങ്ങ് പറയും ഇല്ലേ. ഇവിടെ കിടന്ന് ഈ ഡാൻസ് കളിക്കുമ്പോൾ പറയും ആരാധനയാണ്. ആരാധന വരും. ആരോടാണെന്നറിയോ? ആടുന്നവളോട് പറയുന്ന ആരാധന. അപ്പം പണ്ട് ആരാധനക്കകത്ത് എന്തിറങ്ങുമായിരുന്നു? ഷെക്കേന ഇറങ്ങുമായിരുന്നു. അത് വരാത്തതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് എന്ത് കയറ്റി വിടുക? പുക കയറ്റി അങ്ങ് വിടുക. എന്റെ പൊന്നു തങ്കക്കൂടങ്ങൾ ഞാൻ പറയാം, നമ്മുടെ ട്യൂണിലല്ല, എന്റെ ദൈവം ആപ്പാട് സഹോദരങ്ങളിൽ നിന്ന് വന്നേ, ട്യൂണിലല്ല നമ്മുടെ അകത്തുള്ള ദൈവസാന്നിധ്യം, നമ്മൾ ആത്മാർത്ഥത. ചില ആളുകൾ ചുമ്മാ കരവരാന്ന് പാടുന്ന കേട്ടിട്ടുണ്ടോ? പക്ഷെ ഒരു ഭയങ്കര സന്തോഷം അവരുടെ പാട്ടിൽ. എന്തോ ട്യൂണല്ല, മറിച്ചെന്താ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആരാധന പാട്ടുകൾ. അത് പാട്ടിനെ ട്യൂൺ നോക്കത്തില്ല, അത് നിന്റെ ജീവനായി വരിക. ആമേൻ, ആമേൻ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പാട്ട് തിരിച്ചു വരിക. അപ്പം അഗ്നിയുടെ അഭിഷേകം, ഈ അഗ്നിയുടെ അഭിഷേകം ഉണ്ടോ? ഉണ്ട്. അത് 2070 യെരുശലേമിൽ സംഭവിച്ചു. ആമേ. ഏകദേശം ഒരു 11 ലക്ഷത്തെ അഗ്നി അഭിഷേകം ചെയ്തു. എത്ര ലക്ഷത്തെ? 11 ലക്ഷം പേരുടെ അഗ്നി അഭിഷേകം നടന്നു. എങ്ങനെ നടന്നത്? ഗഹന എന്ന താഴ്വരെ കൊണ്ടിട്ട് കത്തിച്ചു. ഇത് അഗ്നിസ്നാനത്തിന്റെയും ആത്മസ്നാനത്തിന്റെയും മുന്നോടിയായി പറയാൻ വന്ന ആളിന്റെ പേരെന്താ? യിശയ്യാതമ്പുരാൻ, യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ ജോലി എന്താണ്? പ്രത്യേകത എന്താണ്?
യേശു ദാ വന്നിട്ടുണ്ട്. അതായത് ഈ പ്രാവശ്യത്തെ വരവിൽ അവൻ പെന്തിക്കോസ്തിന്റെ അന്ന് വിശ്വസിക്കുന്നവന്റെ മേൽ ആത്മസ്നാനം അയക്കും. അത് സ്വീകരിക്കാത്തവന്റെ മേൽ രണ്ടാമതൊരു പ്രത്യക്ഷത കൂടെ വരുന്നുണ്ട്. അതിൽ അഗ്നി കൊണ്ട് കത്തിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം എപ്പോഴെടുക്കുന്നേ? ശ്രദ്ധിക്ക് പ്രിയപ്പെട്ട, വീശുമുറം എപ്പോഴെടുക്കുന്നേ? കൊയ്ത്ത് കഴിയുമ്പോഴാ, കൊയ്ത്തപ്പോഴാ, ലോകാവസാനം. അപ്പൊ യേശുക്രിസ്തു കാലം അവസാനിക്കുമ്പോൾ കൊയ്ത്തിന് വന്നിരിക്കുമെന്നും അത് വീശാനുള്ള വീശുമുറം കയ്യിലുണ്ടെന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് യോഹന്നാൻ വന്നത്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ, ശ്രദ്ധിക്ക്. അപ്പം യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനും രണ്ടാം പ്രത്യക്ഷതയ്ക്കും മുന്നോടിയായിട്ടാണ് ആര് വന്നത്? യോഹന്നാൻ. ചോദ്യം, ഈ 2000 വർഷത്തിന് ശേഷം വരുന്നവൻ എന്തിനാടാ 2000 വർഷത്തിന് മുമ്പ് മരുഭൂമി കൊണ്ട് ഇത് പറയാൻ വിളിച്ച്? എനിക്ക് അറിയാൻ പറ്റിയ ചോദ്യം. യേശു ഇതുവരെ വന്നിട്ടില്ല, യേശു വരാൻ പോവാ. ഇപ്പം യോഹന്നാന് പകരം ചാത്തന്നൂരും മാമച്ചാനും എല്ലാം കൂടെ കിടന്ന് അങ്ങ് വരുന്നു പോന്ന് പറയുക. എന്റെ ഒന്ന് മാമച്ചന്മാരെ, കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന്റെ മുന്നോടിയാണ് യോഹന്നാൻ സ്നാപകൻ. പുസ്തകം പഠിക്കും. ഞാൻ ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരാളെ അടിച്ചു വരുത്തി. എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, കാരണം ഈ പെട്ടെന്ന് പറയാനുള്ള സ്പീഡ്. അപ്പൊ ഞാൻ പെതുക്കെ ഇരുന്ന് കുഞ്ഞുവാവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇത് പറഞ്ഞു കൊടുക്കുക. ഓരോ വാക്യം. പാസ്റ്റർ ഇങ്ങനല്ലേ കർത്താവ് പറഞ്ഞിട്ടില്ലേ, മനുഷ്യപുത്രൻ തേജസ്സോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഇവിടെ ഉണ്ടെന്ന്? അതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ ആഴ്ചയും പറഞ്ഞു. അത് ശരിയാണ് പാസ്റ്റർ, പക്ഷെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു വരെ പറഞ്ഞിട്ടില്ലേ ആ സെൻഹദ്രി സംഘത്തോട്, മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും. അതെ, അത് ആരോടാ പറഞ്ഞത്? അത് സെൻഹദ്രി സംഘത്തോടും പുരോഹിതന്മാരോടല്ലേ? അതെ, പക്ഷെ ആ നിങ്ങൾ എന്നതിൽ നമ്മളും ഇല്ലേ? അല്ല, മിശിഹ പറഞ്ഞ വചനം പോലും വിശ്വസിക്കാൻ നമ്മുടെ ട്രഡീഷണൽ ആൾക്ക് പറ്റുന്നില്ല. നമ്മളോട് പറയാം, യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന പ്രധാന വിഷയത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വീശുമുറം കയ്യിലുണ്ട്, കത്തിക്കും, കെടാത്ത തീയിലിട്ട് കളയും, കോടാലി വെച്ചിട്ടുണ്ട്. ഇത് AD 70 മശിഹ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ രണ്ടാം വരവിൽ സംഭവിക്കേണ്ട കാര്യമാണ് യോഹന്നാൻ യഹൂദ മരുഭൂമി വിളിച്ചു പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ജോസഫസിന്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ 3.5 വർഷം യഹൂദ നാട്ടിൽ കിടന്ന് ഇതുപോലെ പ്രസംഗിച്ച്, നാശം വരുന്നടാ, കോടാലി വരുന്നടാ, കോടാലി വരുന്നടാ. യെരുശലേമിന്റെ മതിലിലും തെരുവിലും തലമുടിയൊക്കെ പിച്ച് ചീന്തി ഒരു പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകനാണ്. നാശം വരുന്നു, അയ്യോ യെരുശലേമേ അയ്യോ കഷ്ടം, നിവാസികളെ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഒറ്റ ഒരുത്തൻ ശ്രദ്ധിച്ചില്ല. അവസാനം ഏതോ ഒരു കല്ലെടുത്ത് ഒറ്റ എറിഞ്ഞ് ഞങ്ങൾ കൊന്നളഞ്ഞു. സീലറ്റ്സ് മൂവ്മെന്റ് ആരാണ്? ആ കൊന്നതിന്റെ അടുത്ത ദിവസം റോമ കയറി അടിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നെല്ലാം ആരെങ്കിലും കല്ലെടുത്ത് എറിയും. സാരം മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഇന്ത്യ പോലൊരു നല്ല രാജ്യം അതിന്റെ എറിയാൻ പണി കിട്ടുന്നുള്ളതുകൊണ്ട് രക്തം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ പൊട്ടന്റെ വിട്ട് വിളിച്ചു പറയാം, എന്റെ സഹോദരന്മാരെ ഓൾറെഡി ഹാപ്പൺ. ഇതൊന്നും മനസ്സിലാക്കിയാൽ മാത്രമല്ല ഇനി ദൈവരാജ്യത്തെ സംബന്ധിച്ച് വളരാൻ പറ്റൂ. ഈ ദൈവരാജ്യത്തെ സംബന്ധിച്ച് വളരാൻ പറ്റാത്തോണ്ടല്ലേ നമ്മുടെ സഭായോഗങ്ങളിൽ എന്തോ പ്രസംഗിക്കുന്നേ? എവിടെയെങ്കിലും ഉപദേശം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? വിടുതൽ എന്തോന്ന്? ഇന്ന് ചില വിടുതലുകൾ നടക്കാൻ പോവാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കുറെ നടന്നു, കുറെ നടക്കാതെ മാറ്റി വെച്ചിരുന്നു. അതിന് ബാക്കി ഇപ്പൊ എത്ര ദിവസം ഉപവാസ പ്രാർത്ഥന? 21. എത്ര പ്രസംഗം? 3. 21 ഗുണം 3 63 പ്രസംഗം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉപദേശിമാർ സങ്കടം ബോധിപ്പിച്ച് പ്രസംഗിക്കും. എല്ലാ ഉപദേശിയുടെ വായി വരുന്നത് എന്തുവാ? ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് പ്രഭാതം ഒരു വിടുതലിന്റെ പ്രഭാതമാണ്. ഈ മധ്യാഹ്ന സമയം ഞാൻ പറയുന്നു ഒരു വിടുതലിന്റെ പ്രഭാതമാണ്, അല്ലെ ഉച്ചയാണ്. പോട്ടെ, ക്ഷമിക്കരുത്. നല്ലത് പറഞ്ഞ ചിരിക്കാത്തവരൊക്കെ അബദ്ധം പറ്റിയപ്പോ ചിരി. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ കൊച്ചു ചോദ്യം. പണ്ട് തമാശയാണേ, അതിനകത്ത് ഇച്ചിരി വല്ലാത്തൊരു തമാശയാ. ഒരു ചെറുക്കൻ, ഒരു കോമഡിക്കാരൻ പറയാ, അവൻ കല്യാണ രാത്രിയിൽ ഇങ്ങോട്ട് കയറിയിരിക്കും, നിങ്ങളെല്ലാം കണ്ടു കാണും,
കാണാത്തവരെ പോലെ അഭിനയിക്കണ്ട. കല്യാണ രാത്രിയാണ്. അപ്പം അവന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചൂടുവെള്ളം വേണോന്ന് ചോദിക്കും. അറിയാമല്ലോ, എല്ലാവരും കാണും. അയ്യോ, ഇന്ന് രാത്രി മിക്കവാറും ചൂടുവെള്ളം ആയിരിക്കും തപ്പാൻ പോകുന്നത്. ചൂടുവെള്ളം വേണം. അപ്പം ഇവനങ്ങോട്ട് മനസ്സ് മടുത്തിട്ട് ഇത്രമാത്രം ചൂടുവെള്ളം എവിടെയാ കിടക്കുന്നത്? കുഴപ്പമില്ല. അയ്യോ, വിശുദ്ധന്മാർക്കായി സ്തോത്രം. നിഷ്കളങ്കരായ ആളുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഇത്രമാത്രം എവിടെ കിടന്നു ഇതെല്ലാം? പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ എന്തിനാ വന്നേ? എന്തിനു വന്നു? യേശുവിന്റെ രണ്ടാം പ്രത്യക്ഷത, യേശുവിന്റെ രണ്ടാം വരവിന്റെ സാക്ഷിയാണ്. മനസ്സിലാക്കും. ബൈബിളിനെ വ്യക്തമായിട്ട് പഠിക്കും. ഇനിയെങ്കിലും ഈ തലമുറ പഠിക്കണം. ദൈവം എന്തുകൊണ്ടെന്നറിയാം ഈ തലമുറയ്ക്ക് ജ്ഞാനം കൊടുത്ത്? നമ്മുടെ അപ്പൂപ്പന്മാര്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിചാരിക്കായിരുന്നു, നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന് പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ആര്? നമ്മുടെ ഒരു 10-100 വർഷം ജീവിച്ചിരുന്ന നമ്മുടെ ചുറ്റും കുക്കു സാഹിബ്, അമ്മച്ചൻ, അപ്പച്ചൻ, ആ അപ്പച്ചൻ, ഈപ്പൻ, ചെറിയ അപ്പച്ചൻ. അതേസമയം ക്രൈസ്തവ സഭയോട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ എന്ത് പറയും? ക്രൈസ്തവ സഭ കുമ്പനാട്ട കുഞ്ഞച്ചൻ ഇങ്ങനെ പറയുമോ? സെന്റ് സേവിയർ, അത്തനേഷ്യസ്, ഇഗ്നേഷ്യസ്, കുറെ പേരുണ്ട് എന്റെ നമ്മുടെ തലയിൽ കിടക്കുന്നില്ല. ഇങ്ങനല്ലേ പറയത്തുള്ളൂ. നമുക്കെന്ത് പറയാനുണ്ട്? കുഞ്ഞച്ചൻ, ചെറിയാച്ചൻ, ഉമ്മച്ചൻ. എന്നിട്ട് പറയാം നമുക്കെന്തോ വലിയ ഏതാണ്ടുണ്ടെന്ന്. ഭയങ്കര 2000 വർഷത്തെ ഭയങ്കര ഹെറിറ്റേജ് ഉണ്ട് ക്രിസ്തുവിന്റെ സഭയ്ക്ക്. മനസ്സിലാക്ക്. നമ്മളുടനെ എല്ലാം നമ്മളെ കളഞ്ഞുകൊണ്ടല്ല. വി ലവ് എവരി വൺ. നമുക്ക് കുഞ്ഞച്ചനെ വേണം, സെന്റ് സേവിയറിനെ വേണം. ദൈവമേ, വേർപാടിന്ന് പോയെന്ന് തോന്നില്ല. ഞാൻ പണ്ടേ വേർപാടിന്ന് പോയതാ. ഇപ്പോഴാണ് ഞാൻ ശരിയായത്. Okay, John the Baptist, he came to this world to pave the way to the second coming. കാരണം യേശുവിന്റെ രണ്ടാം വരവിലല്ലേ നടക്കുന്നത്? കൊയ്ത്ത് രണ്ടാം വരവിലല്ലേ? ന്യായവിധി രണ്ടാം വരവിലല്ലേ? ജഡ്ജ്മെന്റ് രണ്ടാം വരവിലല്ലേ? ഇതെല്ലാം നടക്കുന്നതല്ലേ? അപ്പൊ അത് പറയാനല്ലേ യോഹന്നാൻ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരത്രേ ഉള്ളൂ. ക്രിസ്തുവിന്റെ വരവിന് 2 തലമുണ്ട്. ആ ഒറ്റ വരവിന് അതൊന്ന് വായിച്ചാരെങ്കിലും മലാഖിയുടെ പുസ്തകം 2-3 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിച്ചാൽ മതി. ആദ്യത്തെ 2 വാക്യം. ഇതൊക്കെ ബൈബിളിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. മലാഖി 3:1 മുതൽ. എനിക്ക് മുമ്പായി വഴി ഒരുക്കേണ്ടതിന് യോഹന്നാൻ, എനിക്ക് മുമ്പായി വഴി ഒരുക്കേണ്ടതിന്, ശ്രദ്ധിക്കണം, എനിക്ക് മുൻപായി വഴി ഒരുക്കേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അടുത്തതാ, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്, ദൂതനുമായവൻ എവിടെ വരും? ഏത് മന്ദിരത്തിലേക്ക്? തന്റെ മന്ദിരത്തിലേക്ക്. ശ്രദ്ധിക്കൂ, ഒറ്റ മിനിറ്റ്. പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അടുത്തത്, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അടുത്തത് മതി. അവൻ തന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ആ ദിവസത്തെ എന്തോ ഈ സംസാരിക്കുന്നത്? എനിക്ക് മുമ്പായി ഞാൻ എന്റെ ദൂതനെ അയക്കുന്നത് ആരാണ്? യോഹന്നാൻ സ്നാപകൻ. അടുത്തത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയദൂതനല്ലേ, നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരവേദ, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. അത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ തന്റെ ശരീരമാകുന്ന മന്ദിരത്തിലേക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് വരും. എന്നിട്ട് പറഞ്ഞു ആ ദിവസം ആർക്ക് സഹിക്കാതാവെന്ന് പറഞ്ഞെന്താ? ന്യായവിധിയ. അപ്പൊ നിയമദൂതനെ അയച്ചത് എന്തിനു വേണ്ടി? എന്റെ ദൂതനെ മുമ്പേ അയച്ചതിന് വേണ്ടിയാ. പെട്ടെന്ന് അവൻ ആലയത്തിലേക്ക് വരും. ആ ദിവസം സഹിക്കാൻ പറ്റില്ല. അതിന് മുന്നോടിയായിട്ട് ആരയക്കുക? ദൂതനെ അയക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തന്റെ മന്ദിരത്തിലേക്ക് ഇറങ്ങി വരുന്ന വരവിന്റെ പേരാ പ്രത്യക്ഷത. ദാറ്റ് ഈസ് പറോസിയ. ഒന്നാമത് വന്നപ്പോൾ അവൻ എന്തിനു വന്നു? മന്ദിരം ഉണ്ടാക്കാൻ വന്നു.
പ്രാണൻ കൊടുത്തു. രണ്ടാമത് വന്നതോ മന്ദിരത്തിലേക്ക് വന്നു. മന്ദിരത്തിലേക്ക് വന്നപ്പോൾ പിന്നെന്തിനാ ജഡ്ജ്മെന്റ് നടത്തിയത്? അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും 2-3 മിനിറ്റ് എന്ന് പറയാം. ഈ വരവ് ശ്രദ്ധിക്കണം. യേശു വന്ന വരവ് സമയം എപ്പോഴാണ്? എങ്ങോട്ടാ വന്നേ? ഞാൻ ഒരു പോസ്റ്റ് എടുത്തായിരുന്നു. കർത്താവായ യേശു എവിടേക്കാ വന്ന് ജനിച്ചത്? ഇരുമ്പും കളിമണ്ണും ഉള്ള പാദത്തിൽ ജനിച്ചു. പാദത്തിൽ ജനിച്ചു. ആ പാദം തന്നെ പൊളിക്കാൻ തന്നെയാണ് ആരും വന്നത്? രണ്ടാമതും വന്നത്. അപ്പൊ അവന്റെ ജനനവും, അതാ ഞാൻ പറഞ്ഞത്, അവന്റെ ജനനവും അവന്റെ പറോസിയായും പാദത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണോ എന്ന് നമ്മളൊന്ന് നോക്കിയിട്ടങ്ങ് പോയാലോ? ശരി. ഈ പാദത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഇരുമ്പുണ്ട്, കളിമണ്ണുണ്ട്. ഈ കളിമണ്ണെന്ന് പറഞ്ഞ ആരെ കുറിച്ചാ? ജനാധിപത്യം ഒന്നുമില്ല. അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും എങ്ങനെ? കാരണം നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് മനോരമ പത്രം വെച്ചാ. നമ്മൾ മനോരമ പത്രം വായിച്ചിട്ട് വെച്ചാ ബൈബിൾ വായിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞത് കളിമണ്ണ്. 2 മണ്ണുണ്ട്, സൂക്ഷിച്ചു വായിച്ചാൽ മതി. ഒന്ന് പോട്ടേഴ്സ് ക്ലേ ഉണ്ട്. അടുത്ത ആഴ്ച ഞാൻ കൂടുതൽ വിഷയം. പോട്ടേഴ്സ് ക്ലേ. 2 മൈറി ക്ലേ. മൈറി ക്ലേ എന്ന് പറഞ്ഞാൽ ചെളി. 1 കളിമണ്ണ്, 2 ചെളി. ഇത് 2 എവിടെ ഉണ്ട്? ആ കാൽപാദത്തിലുണ്ട്. ദൈവം ഇസ്രായേലിനെ വിളിക്കുന്ന പേരെന്താ? ഇസ്രായേലെ, നിങ്ങൾ എന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാകുന്നു. കളിമണ്ണിന്റെ പ്രത്യേകത എന്താ? കളിമണ്ണിനെ ഇഷ്ടമുള്ള നിലയിൽ രൂപപ്പെടുത്താം. പക്ഷെ ചെളിയെയോ? ചേറ്റിലല്ലയോ കിടന്ന തോർത്തു നോക്കിയാൽ. ആയിട്ടില്ലേ? തോർത്തല്ല, ഓർത്തു നോക്കിയാൽ. 42-ാം സങ്കീർത്തനം. ചേറ്റിലല്ലയോ കിടന്നത് എന്ന് പറഞ്ഞാൽ മരണകരമായ പാദത്തിലും. 42-ന്റെ 2 വായിച്ച സങ്കീർത്തനം. ബാക്കി ഓർമ്മ വരുന്നില്ല. എത്ര ഓർമ്മ. നാശകരമായ കുഴഞ്ഞ ചേറ്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. അപ്പൊ ഈ കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞാൽ എന്താ? മൈറി ക്ലേ. മറ്റേതെന്താ? പോട്ടേഴ്സ് ക്ലേ. ഇത് 2 കൊണ്ട് എന്തുണ്ടാക്കിയേക്കുന്നത്? കാൽപാദം ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ എന്തുകൊണ്ട്? ഇരുമ്പുണ്ട്. ഇരുമ്പ് എന്തിനെ കാണിക്കുന്നു? റോമ്. അപ്പൊ റോമ് ഭരണത്തിലുള്ളപ്പോൾ തന്നെ, ശ്രദ്ധിച്ചേക്ക്, റോമ് ഭരണത്തിലുള്ളപ്പോൾ തന്നെ മണ്ണും ഭരിക്കുന്നു. അവിടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? യേശു വന്നപ്പം ഹെരോദാവ് എവിടെ ഉള്ളവനാ? ഏതോമ്യൻ. ഏതോം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണ്, കളിമണ്ണ്, മണ്ണ്. അപ്പൊ ഹെരോദാവും റോമും ഒരുമിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഭരിക്കുന്നത്. ആ സമയത്താണ് ആര് വരുന്നത്? യേശു ഭൂജാതനാകുന്നതും അതേസമയം യേശു 2ാമത് വരുന്നതും ഇതേ ഭരണത്തിൽ സമയം തന്നെ. It is not talking about European Union. No. യുണൈറ്റഡ് സ്റ്റേറ്റ് അങ്ങ് എന്താ പറയുന്നുണ്ടല്ലോ, യൂണിയൻ ഉണ്ടല്ലോ, ഒരു 10. It's not UN, no. It's not European Union. ദൈവം പ്രവാചകനിലൂടെ അല്ലെങ്കിൽ യാക്കോബിലൂടെ യഹൂദയോട് പറഞ്ഞ വാക്കെന്താ? അവകാശമുള്ളവൻ വരുവോളം യൂറോപ്യൻ യൂണിയൻ നീങ്ങിപ്പോകരുതെന്നാണ്. അല്ലെ, എനിക്കറിയാൻ യോജിക്കുക. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ മുഴങ്കാൽ ഇടരുന്ന നീപുതര അവൻ വരുന്നത് വരെ, അവകാശം സ്വീകരിക്കുന്നത് വരെ ഈ ഭരണം ആര് ഭരിച്ചുകൊണ്ടിരിക്കണം? യഹൂദ ഭരിക്കണം. അപ്പം അടുത്ത ചോദ്യം, ഹെരോദല്ലേ ഭരണാധികാരി? യഹൂദ എവിടെ നിന്ന് വന്നു? ഹെരോദിന്റെ വംശത്തില് അവന്റെ ഭാര്യ യഹൂദ ഗോത്രത്തിലെ മക്കാബിയ സഹോദരന്മാരുടെ ഹസ്മോനിയൻ രാജവംശത്തിലെ ഒരു പെണ്ണാണ്. അപ്പൊ ഹസ്മോനിയൻ രാജവംശത്തിലെ യഹൂദ സ്ത്രീയും മണ്ണായിരിക്കുന്ന ഏതാമും കൂടെ ചേർന്ന് ചെളിയായിരിക്കുക. പിടിയിട്ടുന്നു നിങ്ങൾക്ക്? അതാ ചെളി. ഞാൻ അതിന്റെ തൊട്ട് ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാം. ഞാൻ ഇവിടെ തൽക്കാലം ഒരു കൺക്ലൂഷനിലേക്ക് വരിക. യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യം സ്ഥാപിപ്പാൻ അവന്റെ ഫസ്റ്റ് കമ്മിങ്ങിന്റെ അതുപോലെ പ്രാധാന്യം എന്തിനുണ്ട്? സെക്കൻഡ് കമ്മിങ്ങിലാണ് മുഴുവൻ ഫുൾഫിൽ ആവുന്നത്. ഫസ്റ്റ് കമ്മിങ്ങിൽ കർത്താവ് വന്നു, എന്നിട്ട് പറഞ്ഞു കാലം അവസാനിക്കുന്നവരെ ഞാൻ കൂടെ കാണും. കാലം അവസാനിച്ചു കഴിഞ്ഞാലോ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണും. അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ നടക്കും. അത് കഴിയുമ്പോൾ എന്റെ സാമ്രാജ്യം വരും. യേശുവിന്റെ സാമ്രാജ്യം അവസാനിക്കുമോ?
ഇല്ല. അവന്റെ സാമ്രാജ്യത്തിന് അവസാനമില്ല. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് വിളിക്കും. അവന്റെ രാജ്യത്വത്തിനും സമാധാനത്തിനും അവസാനമില്ല. സോ ജീസസ് ക്രൈസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് കിങ്ഡം ഓൺ AD 70. എപ്പോഴാണ്? ആ ഭൂരാജാക്കന്മാരുടെ കാലത്ത് കൈതൊടാത്ത കല്ല് വന്നു, അതിനെ മുഴുവൻ ഇല്ലാതാക്കി. നൗ ഇനി അടുത്തൊരു കൊച്ചു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്ക് പറയാം. ഇതാരെ ഭരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്? ബാബിലോണായാലും പേർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യമായാലും, റോം ആയാലും, ഹസ്മോനിയൻ രാജവംശമായാലും, ഇവരാരെ ഭരിക്കുന്നതിനെ കുറിച്ചാണ് ബൈബിൾ എഴുതിയേക്കുന്നത്? ഇസ്രായേൽ, ഇന്ത്യ ഭരിക്കുന്നതിനെ കുറിച്ചല്ല. ഏതൊക്കെ സാമ്രാജ്യമാണോ യഹൂദനെ ഭരിക്കുന്നത്, ഞാൻ 5-ാം നാൾ പറഞ്ഞില്ലേ, ഈ ലാൻഡിലേക്ക് കയറി വന്ന മൃഗം, അവരെ തച്ചുടക്കാനാണ് ആര് വന്നത്? ചൈനയിലെ ചിങ്ചാങ്ങിനെ കളയാനല്ല വന്നത്. ദൈവത്തിന്റെ ഫോക്കസ് ഇസ്രായേലും കവനന്റ് പീപ്പിളാണ്. അവരെ ആധിപത്യം നടത്തി ആ ഭൂരാജാക്കന്മാരുടെ കാലത്ത് ആര് വരിക? ഇന്ന് യേശു ക്രിസ്തു ഇന്ന് ഇസ്രായേലിനെ ഭരിക്കുന്ന ഏത് ഭൂരാജാക്കന്മാരെ? അവന്മാരവിടെ അടിച്ചു മിന്നി കയറി പോവല്ലേ, അവരായിപ്പോ എല്ലാരും ഭരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാലമല്ലത്. ആ കാലത്താര് വന്നു? ക്രൈസ്റ്റ് കെയിം. നൗ ഒറ്റ ഗുഡ് ന്യൂസ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബെറ്റർ ന്യൂസ്. നൗ വി ആർ ഇൻ ദ എവർ ലാസ്റ്റിംഗ് കിങ്ഡം ഓഫ് ഗോഡ്. എന്തു കിങ്ഡം എന്ന് പറഞ്ഞ? കിങ്ങിന്റെ ഡോം, രാജാവിന്റെ ഡോം. ഫാമിലി ഓഫ് ഗോഡ്, ഫാദർ ആൻഡ് ഹിസ് സൺസ്. ഫാദർ ഈസ് ദ കിങ്, സൺസ് ആർ ആൾസോ ദ കിങ്സ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്, യു ആർ ദ കിങ്സ്. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അട്ടിച്ച് പൊളിച്ച് സന്തോഷിച്ച് നല്ലവരായി യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കണം, ഒന്നുമില്ല വേറെ. പിന്നെ ഏറ്റവും വലിയ ആനന്ദം എന്തായിരിക്കണം? കർത്താവായിരിക്കണം. അവങ്കല സന്തോഷം നമ്മുടെ ബലം. ആമേൻ. ഹല്ലേലൂയ. ഭൗതികമായ ലോകത്ത് ആരോഗ്യം, രോഗം ഒന്നിനും പോകരുത്. എന്ത് തിന്നും, ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടരുത്. എന്താ ചിന്തിക്കാൻ പാടുള്ളൂ? നാണക്കേടാണേ നമ്മൾ ഇത്. കാരണം എന്താ? ആരുടെ മക്കളാ നമ്മള്? പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കിയ ആളുടെ മക്കളാണ് എന്റെ സഹോദരന്മാരെ, അല്ലേ? എന്നിട്ടും നമ്മൾ പറയാം എനിക്കൊരു 100 രൂപ തരണം എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്നറിയാമോ? എന്റെ പൊന്നു അമ്പുരാനെ, അങ്ങയുടെ പുത്രനല്ല, എന്തൊരു സുന്ദരനാണ്, അങ്ങേരുടെ ഒരു സ്വഭാവവും എനിക്കില്ല, എന്നെ അങ്ങനെ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനാ വിഷയം ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നത്? എന്റെ കാലിന്റെ മുട്ടിന് വേദനയാണ്, പാസ്റ്റർ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയില്ലേ? വേറൊരാൾ പറയാൻ ഈ ജോലിയില്ല, ഇന്റർവ്യൂവിന് പാസ്സാകാൻ പ്രാർത്ഥിക്കണം. വേറൊരാൾ പറയാൻ എന്റെ കൊച്ചു പരീക്ഷ എഴുതുകയാണ്, അവർക്ക് പരീക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ എന്റെ മോൾ യേശുവിനെ പോലെ നാളെന്ന് പ്രാർത്ഥിക്കുന്ന ഇടുവോ? അയ്യോ, ഞാൻ കുറ്റപ്പെടുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ അതല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്റെ കർത്താവ് കുഞ്ഞു കാര്യത്തിൽ കൂടെ നിൽക്കുന്നവനാണോ? ആണോ? കുഞ്ഞു ആവശ്യത്തിന് കൂടെ നിൽക്കുന്നവനാണ് കർത്താവ്. അതെങ്ങനെന്നറിയോ? ചോദിച്ചിട്ടല്ല, കണ്ടറിഞ്ഞെങ്കിൽ ചെയ്തോളൂ. അതെല്ലാമേ പറ. നമ്മുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തരണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പറയുമോ? അവിടെ കിടന്ന് ഒറ്റ അലർച്ച അറിയില്ലേ? അന്നേരം എന്ത് ചെയ്യും? ഇവർ ചോദിക്കുന്നതിന് മുമ്പ് അവിടെ എന്തുണ്ടായിക്കൊണ്ടിരിക്കുക? ഇതാ ട്രൂത്ത്. വിടുതലും രോഗശാന്തിയും ആരോഗ്യവും സൗഖ്യവും സുരക്ഷയും എല്ലാം കർത്താവ് നിങ്ങൾക്ക് ഓൾറെഡി ഒരുക്കി വെച്ചേക്ക്. നിങ്ങൾ ഇതിന്റെ ഒന്നും പുറകെ പോകണ്ട. തക്ക സമയത്ത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തെ ഓർത്ത് കൂടുതൽ പ്രാർത്ഥിക്കരുത്. അന്നേക്കുള്ളതിനെ പ്രാർത്ഥിക്കാവൂ. അന്നേക്കുള്ളതിന് പ്രാർത്ഥിക്കാനേ പറയാം. ദൈവമേ സാമ്പാറല്ല, സാമ്പാർ വീട്ടിലിരുന്ന കൊള്ളായിരുന്നു. ദൈവം 2 കൂട്ടുകൾ നടച്ചൊക്കെ സാമ്പാർ വീട്ടിലെത്തിച്ചാലുള്ള അവസ്ഥ പറ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ സാമ്പാർ കിട്ടി, 2 കൂട്ടുകൾ നിറച്ച് കിട്ടി. എന്ത് ഗുണം പറ? നാറി പുഴുത്തും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കത്തില്ലേ? അതുകൊണ്ട് ആവശ്യം ഇത് നിങ്ങൾക്കറിയുമോ? ദൈവമക്കൾക്ക് ഈ അനാവശ്യ സമ്പത്ത് വന്ന് ഈ സാമ്പാർ കുളിക്കുന്ന പോലെ ഇപ്പൊ കറക്റ്റ് അന്നേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഞായറാഴ്ച കറക്റ്റായിട്ട് അവർ വന്നേനെ. ചില ആൾക്ക് ഇച്ചിരി കൂടുതൽ സാമ്പാർ കിട്ടി പുളിച്ച് അവിടെ കണ്ടിരിക്കുക. ഡെയിലി യു ഷുഡ് സീ ഗോഡ്. താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. തൃപ്തിയുള്ള ഹൃദയം വന്നാൽ തന്നെ ഷുഗർ മാറും. ആമേൻ. സാറ്റിസ്ഫൈഡ് ഹാർട്ട്, നോ സ്ട്രെസ്, ബിക്കോസ് വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്.
നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനത്തെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വിശ്വാസത്തിന് അടിത്തറയോട്ട് ചേർത്ത് നിർത്തി പകർത്തപ്പച്ച സാന്നിധ്യത്താൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ മുമ്പോട്ട് വന്ന്